ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ഷന്ന. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എനിക്കൊരു കുട്ടി പെൻപാൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കുള്ള റിപ്ലൈ ലെറ്ററാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ എൻവലപ്പ് സെറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A4 പേപ്പർ യൂസ് ചെയ്തിട്ടാണ് എൻവലപ്പ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ എൻവലപ്പ് ചെയ്യാനുള്ള പേപ്പേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്യൂർ വൈറ്റിലുള്ള പേപ്പേഴ്സ് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് കിട്ടില്ല എന്ന് അറിയായിരുന്നു. അപ്പോൾ ഞാൻ A4 യൂസ് ചെയ്തിട്ട് ചെയ്യും. പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി സെൻഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു കൊറിയർ കവറിൽ ഇട്ടിട്ട് ആർക്കും സെൻഡ് ചെയ്യുന്നത്. കാരണം A4 പേപ്പർ GSM കുറവാണല്ലോ. അപ്പോൾ നമ്മളത് പോസ്റ്റ് ഓഫീസ് വഴി ഓർഡിനറി പോസ്റ്റ് അയച്ച് കൈമാറി നമ്മളുടെ ആളുടെ അടുത്ത് എത്തുമ്പോഴേക്ക് നമ്മുടെ ലെറ്റർ റെസ്റ്റിംഗ് പീസിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും ഇങ്ങനെ ചെയ്തിട്ട് കൊറിയർ പാക്കേജിങ് വെച്ചിട്ട് നമുക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം. പിന്നെ എങ്ങനെയാണ് പെൻപാൽ ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് പെൻപാൽ ഫ്രണ്ടിനെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഈ പെൻപാൽ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുക എന്നുള്ളതും. അപ്പോൾ അതും ഞാൻ താഴെ കൊടുക്കട്ടെ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ ഒന്നുകൂടെ ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു എൻവലപ്പായിട്ട് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോർഷൻ ഇതുപോലെ വിട്ടിട്ട് അതും ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുണ്ടോ ഞാൻ എൻവലപ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്ലൂ എസ്തെറ്റിക്സിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിലധികം ആഡ് ചെയ്തിട്ടുള്ള എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ സിനിമ റോളിൻ്റെ തീമിലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ സിനിമ റോളിൻ്റെ തീമിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ബ്ലൂ എസ്തെറ്റിക്സ് എടുത്തത്. ഞാൻ ഇങ്ങനെ എന്തായാലും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ ആളുടെ അടുത്ത് ചോദിച്ചു, ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു ഏത് തീമിലാണ് വേണ്ടത്. അപ്പോൾ വിൻറ്റേജ് ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, എസ്തെറ്റിക്സ് ആണെങ്കിലും ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ആൾ പറഞ്ഞു എസ്തെറ്റിക്സ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വല്ല ഇൻസ്പിറേഷൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയപ്പോൾ ജാൾ ചെയ്ത് കണ്ടൊരു ബ്ലൂ എസ്തെറ്റിക്കൽ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എൻവലപ്പിൻ്റെ കവർ പേജ് ആ പിൻട്രസ്റ്റിൽ കണ്ട ജേണലിൽ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നമ്മൾ ബ്ലൂ കളറിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ആഡ് ചെയ്യുന്ന എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ബ്ലൂ തീം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബ്ലൂ തീമിലുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അധികം സിനിമ റോളിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ എസ്തെറ്റിക്സിൽ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ആ ഒരു തീമിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ സിനിമ റോളിൻ്റെ അതിലേക്ക് എത്തിയത് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ല ഞാൻ എന്തുകൊണ്ടാണ് ബ്ലൂ എസ്തെറ്റിക്സ് ചൂസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറീസ്. അപ്പോൾ ഇനി നമുക്ക് എൻവലപ്പ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ആദ്യം ഇതുപോലെ 2 റാൻഡായിട്ടുള്ള പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 2 പിക്ചർ തന്നെയായിരുന്നു ഞാൻ കണ്ട ഇൻസ്പോലും. അപ്പോൾ അത് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്രിഡ് പേപ്പർ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് കയറിയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സ്പാരൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത ബുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഇങ്ങനെ പേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടാവില്ലേ, ആ ഹോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഇതുപോലെ കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു പേപ്പർ പീസും കൂടെ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സ്കൈ ബ്ലൂ അല്ല, ഇത് വേറെ എന്തോ ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ആണ്. അതെന്ത് ബ്ലൂ ആണെന്നുള്ളതൊക്കെ അറിയില്ല കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു പേപ്പർ പീസ് ഞാനിങ്ങനെ കീറിയെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കയ്യിലിട്ട് ചുറ്റിയിട്ട് പിന്നെ അങ്ങനെ നല്ല വൃത്തിക്ക് നീക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. എന്നാൽ ഭയങ്കര ഒരു മിനിമൽ എസ്തെറ്റിക് ലുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞാൻ ഇതുപോലെ ഒരു ഗിങ്കാം പാറ്റേൺ ഇടുന്നു ബ്ലൂ കളറിലുള്ള. അപ്പോൾ അത് ജസ്റ്റ് അതിനൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സർക്കിൾ ഷേപ്പിലുള്ള സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു സർക്കിൾ ഷേപ്പിന് സെൻറ്ററിൽ ഞാൻ ഹോൾ പഞ്ച് യൂസ് ചെയ്ത് ഹോൾ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. എന്നിട്ട് അത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ആളായിട്ടുള്ള സിനിമ റോളിൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഫൈനലി നമ്മുടെ പെൻപാൽ എൻവലപ്പ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക. ഞാൻ വിചാരിച്ച ഒരു ഏകദേശം, അതായത് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ചിത്രത്തിൻ്റെ ഏകദേശം ആ ഒരു രീതിക്കൊക്കെ എത്തിയിട്ടുണ്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് എക്സ്ട്രാസ് എന്തൊക്കെയെന്ന് കാണാം. അപ്പോൾ എക്സ്ട്രാസ് ഞാൻ പറഞ്ഞല്ലോ സിനിമ റോളിൻ്റെ തീമിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു തീമിന് മാച്ചായിട്ടുള്ള കുറച്ച് നോട്ട് പാഡ്സ്, മെമോ അങ്ങനത്തെ പേപ്പേഴ്സാണ് കേട്ടോ. പിന്നെ ഒരു ഗിങ്കാം പാറ്റേൺ ഉണ്ട്, അതായത് ബ്ലൂ കളറിലുള്ള ഒരു ഗിങ്കാം പാറ്റേണും പിന്നെ സിനിമ റോളിൻ്റെ ഒരു റാൻഡായിട്ടുള്ള 4 ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ട്രാസ് 1 വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതൊക്കെ നമുക്കൊന്ന് പാക്ക് ചെയ്യണം. അപ്പോൾ ഞാനിത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇതാണ് വലുത്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുത് ഇത് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ എക്സ്ട്രാസ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ബട്ടർ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു പെൻപാലിൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലും ഈ ബട്ടർ പേപ്പർ തന്നെ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഇതുകൊണ്ട് റാപ്പ് ചെയ്യാൻ ഒന്നുകൂടെ ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഒക്കെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല എക്സ്ട്രാസ്. അപ്പോൾ ഒക്കെ ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു പേപ്പർ ഇങ്ങനെ ജസ്റ്റ് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലൊരു സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാട്ടോ. ഇനി ഇതെല്ലാം ഇതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്ട്രാസ് വേണം ഏകദേശം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വാഷി ടൈപ്പ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പട്ടിക്കുട്ടിയുടെ സ്റ്റിക്കറായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ തീമിന് മാച്ച് ആവില്ല എന്നുള്ളതൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ഒക്കെ കൂടെ ബ്ലൂ ആയി കഴിഞ്ഞാൽ ആ കൂടെ ഒരു ബ്ലൂമായി ആവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ വരുന്ന ഒരു പട്ടിക്കുട്ടീനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ രണ്ടാമതായിട്ട് കൊടുക്കാൻ പോകുന്ന എക്സ്ട്രാസ് ആണ്. അപ്പോൾ അത് സ്റ്റിക്കേഴ്സ് ആണ്. അപ്പോൾ സിനിമ റോളിലെ സ്റ്റിക്കേഴ്സ് ആണ്. അപ്പോൾ ഞാൻ അതിൽ സിനിമ റോളിലെ സ്റ്റിക്കേഴ്സും ഉണ്ട്. പിന്നെ സിനിമ റോൾ മാത്രമായി കഴിഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ ഒരു സിനിമ റോൾ ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് ബ്ലൂ എസ്തെറ്റിക്സിൽ വരുന്ന വേറെ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ സിനിമ റോളിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലേ എന്നുള്ളത് കൂടെ കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ എക്സ്ട്രാസ്
എക്സ്ട്രാസ് 1 പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക വിചാരിച്ച്. അപ്പോൾ സിമ്പിളായിട്ടും മിനിമലായിട്ടുള്ള ഡിസൈൻസ് മാത്രമാണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരു ഗ്രിഡ് പേപ്പർ ഇങ്ങനെ ജസ്റ്റ് കയറിയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു VL എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ബില്ലിൻ്റെ ഒരു പീസ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ബില്ലിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ജേണൽ ഫ്രം സ്ക്രാച്ച് എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ നമുക്ക് ജേണലിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഈ ഒരു ബില്ലിന് ഭയങ്കര ഒരു എസ്തെറ്റിക്സ് ആണ് കേട്ടോ. കാരണം ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ബില്ലുകൾ ഇപ്പോൾ നമുക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ബില്ലാണ് കിട്ടുക. അതായത് തെർമൽ അങ്ങനെ എന്തോ ഒരു കൈൻഡ് ഓഫ് ഇതാണല്ലോ ഇത്. അപ്പോൾ നമുക്ക് വിൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എസ്തെറ്റിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ കളർഫുൾ എസ്തെറ്റിക്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എക്സ്ട്രാസ് എന്നുള്ളത് ടൈ കട്ടിൽ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിഫിയുടെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ സിനിമ റോളായി കഴിഞ്ഞാൽ ആകെ മൊത്തം സിനിമ റോളുമായി ആയിരിക്കും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു എന്താ പറയുക മിഫിയുടെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മളൊരു പട്ടിക്കുട്ടീനെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു മിഫീനെയും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ സ്റ്റിക്കേഴ്സ് പാക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റത്തെ എക്സ്ട്രാസ് 1 പാക്ക് ചെയ്തല്ല ആ ഒരു സെയിം അടുത്തടുത്ത് തന്നെ കേട്ടോ പാക്ക് ചെയ്യുന്നത്. ആദ്യം വിചാരിച്ചു ഇത് യൂസ് ചെയ്തിട്ട് പാക്കറ്റ്സ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതുപോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഞാനത് സാറ്റിസ്ഫൈഡ് ആയില്ല. പൊതുവേ ഞാൻ വെള്ളം പേപ്പർ യൂസ് ചെയ്തിട്ടാണ് അങ്ങനത്തെ ചെയ്യാറുള്ളത്. അപ്പോൾ വെള്ളം പേപ്പർ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ യൂസ് ചെയ്ത് ഒരുപാട് സാധനങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ റീസ്റ്റോക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ടൈം വേണ്ട ഒക്കത്തിന് ഈ കോളേജും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ നമ്മളാകെ ബിസിയാണ്. അപ്പോൾ ഒന്നിനും സമയം കിട്ടാറില്ല. ഇനി ഒരു ദിവസം ഇരുന്ന് ഒക്കെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ ഇനി റീസ്റ്റോക്ക് ചെയ്യാനുള്ളതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ്ട്രാ 2 പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു വാഷി ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മളൊരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അവിടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അതായത് സ്റ്റിക്കേഴ്സിൻ്റെ ഈ ഒരു പാക്കിങ് ഞാൻ വല്ലാണ്ട് ഡെക്കറേറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. ഇതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലെറ്റർ. പെൻപാലിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലെറ്റർ. ശരിക്കും നമ്മൾ എക്സ്ട്രാസ് കാര്യങ്ങളൊന്നും സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ലെറ്റർ എന്തായാലും സെൻഡ് ചെയ്യണം. ലെറ്റർ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെൻപാൽ എന്നുള്ള പരിപാടി തന്നെ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതിൽ നമ്മൾ ജസ്റ്റ് ഒരു സന്തോഷം എന്നുള്ള രീതിക്കാണ് എല്ലാവരും എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലെറ്റേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒരു പ്രിൻ്റബിൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലാണ് കേട്ടോ ലെറ്റർ ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. എൻ്റെ വീട്ടിൽ പ്രിൻ്റർ ഉണ്ട്. അപ്പോൾ അതൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിലാണ് നമ്മൾ ലെറ്റർ കാര്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ ഞാൻ അതിന് വഴിയേ എഴുതാമെന്ന് വിചാരിച്ചതിൽ കാണിക്കുന്നില്ല അത്. ഇനി അടുത്തത് കുറച്ച് വാഷി ടൈപ്പിൻ്റെ സാമ്പിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു റാൻഡ് ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ബ്ലൂ തീമിൽ വരുന്ന വാഷി ടൈപ്സ് ഉണ്ട്. പക്ഷേ അതിൽ ഹാലോവിൻ തീം, കാരണം നമ്മളെ തീം ഒരു മിനിമൽ അതായത് ഒരു സോഫ്റ്റ് തീമാണല്ലോ ബ്ലൂ എസ്തെറ്റിക്. പിന്നെ സിനിമ റോളൊക്കെ ഒരു സോഫ്റ്റ് എസ്തെറ്റിക്സിൽ വരുന്നതാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഹാലോവിന് കാര്യങ്ങളാകുമ്പോൾ അതൊരു കുറച്ച് എന്താ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ ഒരു മാച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റാൻഡ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സിലുള്ള വാഷി ടൈപ്പ് ഉണ്ട്. ഇതിൽ സത്യം പറഞ്ഞാൽ ഈ വാഷി ടൈപ്സ് ഇതിനോട് മാച്ച് ആകുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ കുഴപ്പമില്ല, ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് നിന്നോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നമ്മൾ വാഷി സാമ്പിൾസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എൻവലപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ ആളുടെ പേര് ഞാൻ എഴുതി കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം ആദ്യം വിചാരിച്ചു കൈകൊണ്ടൊക്കെ എഴുതാൻ വിചാരിച്ചു. പിന്നെ അഥവാ അതൊക്കെ ബോറേഷ് ആയി കഴിഞ്ഞാൽ ഞാൻ അത്ര നേരം മെനക്കെട്ടിട്ടാക്കി ആ എൻവലപ്പ് മൊത്തത്തിലേക്ക് വലിച്ചെറിയേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് റിസ്ക് എടുക്കാനുള്ള ടൈമല്ല. അപ്പോൾ ഞാൻ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ ആൽഫബറ്റ് സ്റ്റിക്കേഴ്സ് കിട്ടും. അപ്പോൾ അത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് അതിൽ നിന്ന് ആളുടെ പേര് ഹന ഹാരിസ് എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഹന ഹാരിസ് മൊത്തത്തിൽ എഴുതി കൊടുക്കണമെങ്കിൽ ആ കൂടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന പോലെ ആകും എൻവലപ്പ് എന്നൊക്കെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ വേണ്ടെന്ന് വിചാരിച്ച് ഹന എന്ന് മാത്രം കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ആൽഫബറ്റ് സ്റ്റിക്കർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മൊത്തത്തിൽ എൻവലപ്പ് വൈറ്റ് ആണ്. പിന്നെ അതിൽ ഒട്ടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എന്താ പറയുക ബ്ലൂവും വൈറ്റും അങ്ങനത്തെയൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അവിടെ അതായത് നമ്മൾ ആ സ്റ്റിക്കേഴ്സിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് പെൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ എൻവലപ്പിൻ്റെത്. പിന്നെ ഇതിൽ ഞാനൊരു സിനിമ റോളിൻ്റെ തീമിൽ വരുന്ന ഒരു പോസ്റ്റ് കാർഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ലെറ്റർ. അപ്പോൾ ലെറ്റർ നേരത്തെ ഞാൻ അതിൻ്റെ പേപ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലെറ്റർ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ, കാരണം അത് ഞാനും ആളും തമ്മിലുള്ള പേഴ്സണൽ കാര്യങ്ങളായതുകൊണ്ട് അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ലെറ്റർ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വാഷ് ടൈപ്പിൻ്റെ പീസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ പെൻപാൽ കഴിയാനായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ ആളുടെ അടുത്തേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. പിന്നെ ആളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബ്ലൂ തീമിൽ വരുന്ന പെൻപാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുപോലെ ബ്ലൂ തീമിൽ പെൻപാൽ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതും കൂടെ കോമെൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്കുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 2 സിനിമ റോളിൻ്റെ തീമിൽ വരുന്ന പേപ്പേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാം, അതുപോലെ ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ബ്ലൂ തീമുമാണ് പിന്നെ ഒരു സിനിമ റോളും ആണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും സിനിമ റോളിൻ്റെ ഈ ഒരു പേപ്പർ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതിൽ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത് കൂടെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ കീറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ സിനിമ റോൾ എന്നുണ്ടല്ലോ ആ പേപ്പറിൻ്റെ അവിടെ. അപ്പോൾ അവിടെ ഒട്ടിച്ചു കൊടുക്കാമെന്നായിട്ട് വിചാരിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആണല്ലോ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതവിടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാമെന്നായിട്ട് വിചാരിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും അതൊക്കെ പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ അതിൽ കാണിക്കുന്നില്ല കേട്ടോ.
അപ്പോൾ ഞാൻ ഓരോ ആൻസേഴ്സും എഴുതാനുള്ള ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നേരെ ആൻസേഴ്സ് എഴുതി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ ഒരു സ്കെയിൽ ഉണ്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇങ്ങനത്തെ കാര്യത്തിന് കേട്ടോ. അതായത് ഇങ്ങനെ ഡോട്ട്സ് ഇടാനും പിന്നെ ഇങ്ങനെ ഓവൽ ഷേപ്പ് റൗണ്ട് വരയ്ക്കാൻ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് ആൻഡുകളൊക്കെ വരയ്ക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും പിന്നെ ആളുടെ അടുത്ത് പറയാനുള്ള ആൻസേഴ്സും കാര്യങ്ങളും ഒക്കെ എഴുതി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻസും അതുപോലെ ആൻസേഴ്സ് എന്നുള്ള ആ ഒരു ഹെഡിങ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ ഞാൻ ആ ഫോണ്ടിൻ്റെ കളർ ഒരു ബ്ലൂ കളറായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിങ്ങനെ കാണില്ല എന്നിങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിങ്ങനെ മേക്ക് ഓവർ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്ലാക്ക് പെന്നിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഒന്ന് കൊടുക്കാൻ ഞാൻ വലിയ ഉഷാറായിട്ട് കൊടുത്ത്. പിന്നെ എനിക്ക് തോന്നിയിട്ട് എന്തോ പോറഷ് പരിപാടി ആവുമോ എന്നിങ്ങനെ തോന്നിയിട്ട് അപ്പോൾ ഞാൻ അതിൽ വെച്ച് നിർത്തി. പിന്നെ ക്വസ്റ്റ്യൻ നമുക്കൊന്നും അങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കാൻ നിന്നില്ല. അങ്ങനെ ഔട്ട്ലൈൻ കൊടുക്കാൻ ആഗ്രഹം കഴിഞ്ഞ് എനിക്ക് എന്തോ കൊളായോ എന്നൊക്കെ ഒരു സംശയം തോന്നിയിട്ടോ. പിന്നെ ഞാൻ അവിടെ നിർത്തി വെറുതെ ഇനി എന്താ പറയുക അതുമ്മ ഇനിയും എനിക്കിട്ട് ആ കൂടെ വൃത്തിയായിട്ട് കണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കോമെൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ എങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആൻസേഴ്സ് എഴുതി ക്വസ്റ്റ്യൻസ് എഴുതി എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വാഷി ടാപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാണ്ട് ചെയ്തിട്ടുള്ള. അപ്പോൾ അങ്ങനെ ഈ പെൻപാൽക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് ഈ എൻവലപ്പിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് എൻവലപ്പിൽ ലോക്ക് ചെയ്തിട്ട് കൊറിയർ പാക്കേജ് കൂടെ ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ A4 പേപ്പറോടെ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ എന്തായാലും സെൻഡ് ചെയ്യുമ്പോഴേ അവിടെ എത്തുമ്പോൾ കയറും. സോ നമ്മൾ കൊറിയർ പാക്കേജ് കൂടെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണ് പെൻപാൽസ് സെൻഡ് ചെയ്യുക എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണിക്കട്ടെ ഇതൊക്കെ പാക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാതും ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ വൈറ്റ് കളറിലൊക്കെ എൻവലപ്പ് അല്ലെങ്കിൽ പെൻപാലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എൻവലപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ഭദ്രമായിട്ട് എടുത്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈമത്തെ ചളിയും കാര്യങ്ങളൊക്കെ അതുമില്ലാവും. കാരണം വൈറ്റ് ആണല്ലോ പെട്ടെന്ന് കാണിക്കും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഞാൻ ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഇങ്ങനെ പേരുണ്ടായിരുന്നു. കാരണം നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇനി അതിന് ചളിയാവും. അതൊക്കെ വെച്ചാൽ ഒരു ബുക്കിനുള്ളിലായിരുന്നു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ലെറ്റർ A4 സൈസ് ആയിരുന്നു. പക്ഷേ ഈ എൻവലപ്പിൻ്റെ ഉള്ളിലേക്ക് അത് കൊള്ളുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് അതിന് താല്പര്യം ഇല്ലായിരുന്നു ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. പക്ഷേ എന്ത് ചെയ്തിട്ടും അതിനുള്ളിൽ കയറാനുള്ള ഒരു ചാൻസ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് ഫോൾഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ എൻവലപ്പ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡ് നമുക്കൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ക്രിറ്റ് തീമിൽ വരുന്ന ഒരു വാഷ് ടാപ്പിൻ്റെ പീസ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതായത് അത് എന്ത് സ്റ്റിക്കറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കറാണ്. അതിൽ എന്താ തീം എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊരു ബ്രെഡ് പിന്നെ അതുപോലത്തെ മിൽക്ക് അങ്ങനത്തെ ഒരു തീമിൽ വരുന്ന ഒരു സ്റ്റിക്കർ ഷീറ്റ് പ്രിൻറ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു സാധനമാണ് ഇതിക്ക് തോന്നുന്ന ഒരു ക്യാരി ബാഗിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടെ ഇട്ട് വെച്ചതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെ